റിവിഷൻ ക്ലാസ്. ഇനി നമ്മൾ ലിമിറ്റ് സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ് നേരത്തെ നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു കണ്ടിന്യൂസ് അല്ല എന്നൊക്കെയുള്ള കണ്ടിന്യൂറ്റി ലിമിറ്റ് ഒക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ എ റേസ് ടു എൻ മൈനസ് 1 ഇങ്ങനെ ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റും? ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എക്സ് ക്യൂബ് മൈനസ് x square minus 3 square by square minus 9 by x minus 3 ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താ? ഇത് ഏതാ സാധനം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ബൈ എക്സ് മൈനസ് 3 ഫോമില. ഇതേ ഫോമിലാണ് ഇതുള്ളത്. എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് തന്നെ, എൻ്റെ സ്ഥാനത്ത് 3 ആണെന്നുള്ളൂ. എൻ്റെ സ്ഥാനത്ത് 3, എന്നിൻ്റെ സ്ഥാനത്ത് 2, എൻ്റെ സ്ഥാനത്ത് 3, എന്നിൻ്റെ സ്ഥാനത്ത് 2. അപ്പോൾ 2 × 3 raised to 2 minus 1, 2 × 3 raised to 1, 2 × 3 6 ആണ് ആൻസർ. ഓക്കെ, ഇത് ഈ വിധത്തിലല്ലാതെ നമ്മൾ വേറെ രീതിയിൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ പഠിച്ചത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എക്സ് സ്ക്വയർ മൈനസ് 9 ബൈ എക്സ് മൈനസ് 3 നമ്മൾ ഫാക്ടറൈസേഷൻ വെച്ചിട്ടും ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 ആക്ച്വലി ഇതെന്തിനാ ഫാക്ടറൈസേഷൻ ഒക്കെ ചെയ്യുന്നത്? നമ്മൾ 3 നേരിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ ആൻസർ വരിക 9 - 9 0/0, 0/0 ഫോമാണ് വരുന്നത്. 0/0 എന്ന് പറഞ്ഞത് ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു നമ്പർ അല്ല. എന്തായാലും ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ മതി. എക്സ് സ്ക്വയർ മൈനസ് 9 നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറാണ്. എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ അത് എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയറിന് നമുക്ക് എക്സ് മൈനസ് 3 × എക്സ് പ്ലസ് 3 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 0നെ നമുക്ക് ശരിക്കും ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. എക്സ് 3 ആണെങ്കിൽ ഇതും 0 വരും, ഇതും 0 വരും. 0നെ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞത് അബ്സേർഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ എക്സ് ടെൻസ് ടു 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ മനസ്സിലാക്കണം, ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് വരുന്നുണ്ട്? എക്സ് 3 അല്ല എന്ന് വരുന്നുണ്ട്. എക്സ് ടെൻസ് ടു 3 നമ്മൾ നേരത്തെ കണ്ടല്ലോ, 1ലേക്ക് അടുക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും 1ലേക്ക് അടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എക്സ് 1 എന്നുള്ള വാല്യൂ ഒരിക്കലും എടുത്തില്ല. 1ൻ്റെ റൈറ്റ് സൈഡിലുള്ള 1.1, 1.11, 1.01, 1.001 എന്നൊക്കെയുള്ള 1ൻ്റെ 1 അല്ലാത്ത വാല്യൂസ് എടുത്തിട്ടുള്ളൂ. അതേപോലെ 3 അല്ലാത്ത വാല്യൂസ് എടുക്കണ്ടേ. അപ്പോൾ എക്സ് മൈനസ് 3 എക്സ് മൈനസ് 3 പ്രശ്നമില്ല, ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എക്സ് പ്ലസ് 3. അപ്പോൾ എന്ത് ചെയ്യുക? 3 കൊടുക്കുക, എക്സിന് 3 കൊടുക്കുക. 3 + 3, 3 + 3 എന്ത് വരും? അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നുകൂടി ഒരു സ്റ്റെപ്പ് കൂടി എഴുതുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എക്സ് പ്ലസ് 3 എന്ന് എഴുതുക. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയതുകൊണ്ട് പിന്നെ എക്സ് പ്ലസ് 3 ഉണ്ടാവും. അപ്പോൾ എന്താ ആൻസർ? ഇനി നേരിട്ട് 3 കൊടുക്കുക. അപ്പോൾ 3 + 3 6 എന്ന് കിട്ടും. 3 + 3 ആണ് ആൻസർ. 3 + 3 = 6 ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെയും നമുക്ക് ആൻസർ കിട്ടിയ 6, ഇവിടെ ആൻസർ കിട്ടിയ 6. ഇനി വേറൊരു വഴിയും കൂടി ഉണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 നമ്മൾ ലാപിത്താൾസ് റൂളൊക്കെ പഠിച്ചതാണ് അല്ലേ? ലാപിത്താൾസ് റൂൾ, പിന്നെ ഡിഫറൻസിയേഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഞാൻ ഡിഫറൻസിയേഷനിലേക്ക് വരുന്നുണ്ട്. എന്തായാലും സിമ്പിൾ ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ ആയതുകൊണ്ട് അതൊന്നും ഞാൻ പറയാം. മുകളിലും താഴെയും 0 ആയതുകൊണ്ട് 0/0 ഫോമിലാണ് ഇതുള്ളത്. 0/0 ഫോമിലാണുള്ളത്. ലിമിറ്റ് എക്സ് സ്ക്വയർ മൈനസ് 9 ബൈ എക്സ് മൈനസ് 3 ഇൻ 0/0. ദെയർഫോർ വി യൂസ് ലാപിത്താൾ റൂൾ. അപ്പോൾ നമ്മൾ ഈക്വൽ ടു ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു L ഇടും. എന്നിട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 മുകളിലും ഡിഫറൻഷിയേറ്റ് ചെയ്യും, താഴെ ഡിഫറൻഷിയേറ്റ്. എക്സ് സ്ക്വയർ മൈനസ് 9ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x മൈനസ് 0 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിൻ്റെ 2x, 9ൻ്റെ 0, താഴെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 3ൻ്റെ 0, 1 - 0. അപ്പോൾ എന്ത് കിട്ടും? എന്നിട്ട് പിന്നെ L ഇടണ്ട കേട്ടോ. ലാപിത്താൾ റൂൾ അപ്ലൈ ചെയ്യുന്നിടത്ത് മാത്രം, മുകളിലും താഴെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നിടത്ത് മാത്രം L ഇട്ടാൽ മതി. ഇവിടെ ഞാൻ L ഇടുന്നില്ല. കാരണം എന്താ? ഞാൻ ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഇതൊന്ന് മാറ്റി എഴുതുകയാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 2x/1 എന്ന് വരും. ദാറ്റ് ഈസ് 2x എന്ന് വരും. ദാറ്റ് ഈസ് എന്താ? ഈ 3 2ന് ഈ എക്സിന് കൊടുത്താൽ 2 × 3, 2 × 3 = 6. 6 6 6 3 വിധത്തിൽ ആൻസറും 6 തന്നെ. അപ്പം നിങ്ങളോട് ഈ ചോദ്യം എക്സാമിന് ചോദിച്ചാൽ 3 മാർക്കിനൊക്കെ ചോദിക്കുക. 3 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ഇതിന് ആൻസർ ചെയ്യുക. ഇനി ഒക്കെ കൂടി എല്ലാ മെത്തേഡും എഴുതി വെച്ചുകൊണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്യുക. ഇനി അതല്ല യൂസിങ് ലാപിത്താൾ റൂൾ ഫൈൻഡ് ദ ലിമിറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഈ രീതിയിൽ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ യൂസിങ് ഫാക്ടറൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ സാധാരണ ഉണ്ടാവാറില്ല, വളരെ ചാൻസ് കുറവാണ്. അധികം ഈ ലിമിറ്റ് ചോദിക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ചെയ്യാം. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ വേറെ ഒന്ന്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 log 1 + x ഡിവൈഡഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഇതിന് വേണമെങ്കിൽ ഒരു പ്രൂഫ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 log 1 + x എന്ന് പറഞ്ഞാൽ ശരിക്കും x മൈനസ് x² / 2 + x³ / 3 മൈനസ് x⁴/4 + etc. ആണ്, ഡിവൈഡഡ് ബൈ x ആണ്.
അപ്പം ഇതൊന്നും കൂടി ചോദ്യം ഒന്നും കൂടി എടുത്തെഴുതുക, അവിടേക്ക് ചോദ്യം ഒന്നും കൂടി എടുത്തെഴുതുക, വിച്ച് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യം ഒന്നും കൂടി ഇങ്ങോട്ട് എടുത്തെഴുതുക ഈ ബോക്സിനുള്ളിലേക്ക്. എന്നിട്ട് ഈക്വൽ ടു ദിസ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. പ്രൂഫ് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടി. ഈ എക്സിനെ ക്യാൻസൽ ചെയ്താൽ ഇതെന്ത് വരും വെച്ചാൽ 1 വരും. മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് ചെയ്യുമ്പോൾ x/2 വരും. അടുത്ത എക്സ് സ്ക്വയർ ബൈ 3 വരും, മൈനസ് എക്സെട്ര എന്ന് വരും. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവിടെയൊക്കെ 0 കൊടുത്താൽ ഇത് 0 ആയി പോകും, ഇത് 0 ആയി പോകും, ഇത് ഇവിടുന്ന് അങ്ങോട്ടുള്ളൊക്കെ എക്സ് ഉണ്ട് അതൊക്കെ 0 ആയി പോകും. ബാക്കി ഉണ്ടാവുക ലിമിറ്റ് ഓഫ് 1. ലിമിറ്റ് ഓഫ് 1 എന്താ 1 ആണ്. ലിമിറ്റ് ഓഫ് 1 ഈസ് 1. ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് കോൺസ്റ്റന്റ് ഇറ്റ് സെൽഫ്. ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്താ? ലിമിറ്റ് ഓഫ് എഫ് പ്ലസ് ജി ഈക്വൽ ടു ലിമിറ്റ് എഫ് പ്ലസ് ലിമിറ്റ് ജി. ലിമിറ്റ് എഫ് മൈനസ് ജി ഈക്വൽ ടു ലിമിറ്റ് എഫ് മൈനസ് ലിമിറ്റ് ജി. ലിമിറ്റ് എഫ് ജി ഈക്വൽ ടു ലിമിറ്റ് എഫ് ഇൻറ്റു ലിമിറ്റ് ജി. ലിമിറ്റ് ഓഫ് എഫ് ബൈ ജി ഈക്വൽ ടു ലിമിറ്റ് എഫ് ബൈ ലിമിറ്റ് ജി. ലിമിറ്റ് ഓഫ് എഫ് ബൈ ലിമിറ്റ് ജി. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ. ലിമിറ്റ് ഓഫ് കെ എഫ് ഈക്വൽ ടു കെ ഇൻറ്റു ലിമിറ്റ് ഓഫ് എഫ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അതേപോലെ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് റൈസ് ടു എം ബൈ എൻ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എഫ് ഓഫ് എക്സ് ഹോൾ റൈസ് ടു എം ബൈ എൻ ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ എങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, ലിമിറ്റിനുള്ളിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ലിമിറ്റ് എഫ് ഓഫ് എക്സ് ഹോൾ റൈസ് ടു എം ബൈ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ലിമിറ്റിൻ്റെ. ഇനി ഓക്കെ, ഗ്രാഫുകൾ വരയ്ക്കാൻ. അപ്പോൾ ഗ്രാഫ് ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു സാധനം ഉണ്ട്, ഗ്രാഫ് വരയ്ക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ കിടക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എങ്ങനെ വരയ്ക്കുക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഡൊമൈൻ എന്താ? ഫുൾ റിയൽ നമ്പർ കൊടുക്കുക. ഇതൊരു മെഷീനാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതെന്താ? എഫ് എന്ന് പറഞ്ഞാൽ ഒരു മെഷീനാണ്. അതിലേക്ക് ഇൻപുട്ട് എക്സ് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എഫ് ഓഫ് എക്സ് കിട്ടും. അങ്ങനെയാണ് മെഷീനായിട്ടാണ് കണക്കൂട്ടണം. ആ മെഷീനിലേക്ക് എന്തൊക്കെ എടുക്കാം, നമ്മൾ ആ മെഷീൻ കേട് വരാതെ. ഇപ്പോൾ ഒരു മില്ലിലെ മെഷീനാന്ന് വിചാരിക്കുക, അതിലേക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഇപ്പോൾ അരി പൊടിക്കുന്ന ഇതാണെങ്കിൽ അതിൻ്റെ ഡൊമൈൻ എന്താ? അരിയാണ് അതിൻ്റെ ഡൊമൈൻ. അരി മാത്രം ഇട്ട് കൊടുക്കുക. അതിൽ നമുക്ക് മുളകിടാൻ പറ്റില്ല. അരി പൊടിപ്പിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് മുളകിടാൻ പറ്റില്ല. അപ്പം എല്ലാ സാധനവും ഇടാൻ പറ്റില്ല. അതിൻ്റെ ഡൊമൈനിൽ എന്താ വരിക? അരി മാത്രം. അരിയും അതേപോലെയുള്ള സാധനങ്ങൾ അതിലേക്ക് എന്തൊക്കെ ഇടാൻ പറ്റും? പച്ചരി ഇടാൻ പറ്റും, സാധാ അരി ഇടാൻ പറ്റും, അങ്ങനെയൊക്കെ ഉള്ളത്. അതേപോലെ മുളകിൻ്റെതാണെങ്കിൽ മുളക്, മല്ലി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതാണ് അതിൻ്റെ ഡൊമൈൻ. അതേപോലെ ഓരോ മെഷീനും അതിൻ്റെ ഡൊമൈൻ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ. അപ്പോൾ ഒരു ഡൊമൈൻ പ്രത്യേകം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് മാക്സിമം ഡൊമൈൻ പ്രിൻസിപ്പിൾ ഉണ്ട്. ഏറ്റവും വലിയ ഡൊമൈൻ എടുക്കുക. നിങ്ങൾ ഏറ്റവും വലിയ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്കണോമിക്സുകാർക്ക് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു വലിയ സെറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സാണ്. ചിലപ്പം മാത്സുകാർക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി വലുത് കോംപ്ലക്സ് നമ്പേഴ്സും അങ്ങനെയുള്ള വലിയ സെറ്റുകളൊക്കെ വേറെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്കില്ല. നമുക്ക് മാക്സിമം വലിയ സെറ്റ് രേഖീയ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ്. ഏത് 6 ഇട്ടിട്ട് ക്യാപിറ്റൽ 6 ഇട്ടിട്ട് ബാക്കിൽ ഒരു വരടണേ, അതാണ് റിയൽ നമ്പേഴ്സിൻ്റെ 6. അപ്പോൾ കോമ എക്സ് എലമെൻറ്റ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡൊമൈൻ 6 എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, എഫ് ഫ്രം ആർ ടു ആർ, എഫ് 6ൽ നിന്ന് 6ലേക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ എന്തായാലും 1ൻ്റെ ഇമേജ് 1 തന്നെയാണ്, 0ൻ്റെ ഇമേജ് 0 ആണ്. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ അല്ലേ? 0ൻ്റെ ഇമേജ് 0 ആണ്, 1ൻ്റെ ഇമേജ് 1 ആണ്, 2ൻ്റെ ഇമേജ് 4 ആണ്, 3ൻ്റെ ഇമേജ് 9 ആണ്, -1ൻ്റെ ഇമേജ് 1 ആണ്, -2ൻ്റെ ഇമേജ് 4 ആണ്. അങ്ങനെ വരും, കാരണം സ്ക്വയർ ആണല്ലോ ചെയ്യുന്നത്. -1ൻ്റെ ഇമേജും 1 തന്നെയാണ്, -2ൻ്റെ ഇമേജ് 4 ആണ്, +2ൻ്റെ ഇമേജും 4 ആണ്. ഇതൊക്കെ കൂടി നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുക. ഇതാണ് എന്ത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇനി നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ എങ്ങനെ ഗ്രാഫ് വരുന്നത് നോക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ എങ്ങനെ ഗ്രാഫ് വരുന്നത് നോക്കുക. എക്സ്. അപ്പോൾ 1ൻ്റെ ഇമേജ് എന്താ വരിക? 1 സ്ക്വയർ എടുത്തിട്ട് മൈനസ് കൊടുക്കുക. അപ്പോൾ -1. 2ൻ്റെത് 2 സ്ക്വയർ എടുത്തിട്ട് മൈനസ് കൊടുക്കണം. -2 സ്ക്വയർ എന്ന -2 ഇങ്ങനെ അല്ലട്ടത്, ഇങ്ങനെ മനസ്സിലാക്കരുത്. മൈനസ് വേറെ തന്നെ പുറത്താണ്. -x ഹോൾ സ്ക്വയർ ആയാൽ പിന്നെ എക്സ് സ്ക്വയർ തന്നെ ആയിപ്പോയി. -x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? എക്സ് സ്ക്വയറാ. പക്ഷേ ഇതെന്താ? ഇത് വ്യത്യാസമുണ്ട്. ഇതെന്താ സാധനം? ഇത് -(x സ്ക്വയർ) എന്നാണ്. ഇതാണ് സാധനം. -x സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതും സെയിം ആണ്. ഓക്കെ, അപ്പം നോക്കണം. ഇപ്പം 2 ആകുമ്പോൾ -2ൻ്റെ സ്ക്വയർ -4, 3 ആകുമ്പോൾ -9, -3 ആകുമ്പോൾ എന്താ വരിക? -3 ആകുമ്പോൾ എന്താ വരിക? -3ൻ്റെ സ്ക്വയർ. അപ്പം -3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, -9. -3നും -9 തന്നെ വരിക. -2ന് -4 വരിക. അപ്പം നിങ്ങൾ ശരിക്കും അത് മനസ്സിലാക്കുക. നിങ്ങൾ തന്നെ ചെയ്ത്
ക്ലിയർ ആക്കണം. ഇതിപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു 30 മിനിറ്റ് എങ്കിലും ഞാൻ എടുക്കുന്നതിൻ്റെ ഒരു 3 ഇരട്ടി സമയമെങ്കിലും എടുത്താണ്ട് നിങ്ങളതൊന്ന് വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ കളിക്കാൻ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ മുകളിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങളൊരു റഫ് പേപ്പറൊക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് അല്ലാതെ അങ്ങനെ ഞാൻ പറയുന്നത് സിനിമ കാണുന്ന പോലെ കഥ കേൾക്കുന്ന പോലെ അങ്ങനെ പറഞ്ഞു പോയാൽ നടക്കില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ തന്നെ അനുഭവിച്ചറിയണം. ഇങ്ങനെ -x². ഞാൻ പറഞ്ഞത് ആവറേജ് ആയിട്ടുള്ള ആൾക്കാരോടാണ് ഇതൊക്കെ പറയുന്നത്. ചില ആൾക്കാർക്ക് ഇതൊക്കെ ഈസി ആയിട്ട് തോന്നും, ചില ആൾക്കാർക്ക് വളരെ ഈസി ആയിരിക്കും. ഇത് ഞാൻ ബുദ്ധിമുട്ടുള്ളവരോടാണ് പറയുന്നത്. അപ്പോൾ -x² ഒക്കെ ഇതാക്കുമ്പോൾ 1 2 ആകുമ്പോൾ ഇങ്ങനെ 3 ആകുമ്പോൾ ഇങ്ങനെ -3 ആകുമ്പോൾ ഇങ്ങനെ -9 വന്നത് അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. അപ്പോൾ -3 ആകുമ്പോൾ -(x²) അല്ലേ, -3 ഹോൾ സ്ക്വയർ. -3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. പിന്നെ പുറത്തൊരു മൈനസും ഉണ്ടാവും, -9 ആണ്. അങ്ങനെ ഇത് വരും. അപ്പം നിങ്ങൾക്ക് നോക്ക്, -1ൻ്റെ ഇമേജ് വരിക -1 തന്നെയാണ്. -2ൻ്റെ ഇമേജ് വരിക -4 ആണ്. -2 -3 -4. -2ൻ്റെ ഇമേജ് വരിക -4 ആണ്. +1ൻ്റെ ഇമേജ് വരിക -1 ആണ്. +2ൻ്റെ ഇമേജും -4 ആണ്. ഇതൊക്കെ കൂടി നിങ്ങൾ ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ കിട്ടുക. ഇതാണ് എന്ത് f(x) -x²ൻ്റെ ഗ്രാഫ്. ഇത് f(x) x²ൻ്റെ ഗ്രാഫ്. ഇത് x²ൻ്റെ ഗ്രാഫ്, ഇത് -x²ൻ്റെ ഗ്രാഫ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ചില ആൾക്കാർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് ടാൻജൻറ്റ്? അപ്പോൾ ഒരൊറ്റ പോയിന്റ് ഇത് ഞാൻ കൃത്യമായിട്ട് എനിക്ക് വരയ്ക്കാൻ കഴിയില്ല. ശരിക്കും ഇത് വരയ്ക്കുകയാണ്, നല്ല രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ ഒറ്റ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്താണ്ട് കർവിൻ്റെ മുകളിൽ ഒരു പോയിന്റിൽ മാത്രം ഇത് കൃത്യമായിട്ട് കർവ് നല്ലാക്കി വരയ്ക്കുകയാണെങ്കിൽ, ഒരാൾ നന്നാക്കി ഇത് കർവ് വരയ്ക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരൊറ്റ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്താണ്ട് പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഞാൻ ഇങ്ങനെ വരച്ചായിരിക്കും, ഇങ്ങനെ വരച്ചു. ഇവിടെ ടാൻജൻറ്റ് വരയ്ക്കണം. ടാൻജൻറ്റ് വരയ്ക്കാറുള്ളതാ ഇങ്ങനെ ഒരൊറ്റ സിംഗിൾ പോയിന്റിൻ്റെ മുകളിൽ മാത്രം ടച്ച് ചെയ്തിട്ട് കർവിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വരയ്ക്കുന്ന ലൈനാണ് ടാൻജൻറ്റ് എന്ന് പറയാം. ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് ശരിക്കും എന്ത് ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ഉണ്ടാവുമല്ലോ. എന്താ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് എടുക്കുക. ഒരു പോയിന്റ് x1 y1, ഇത് x2 y2. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് m എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, y2 - y1 by x2 - x1. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് 1 2, ഇത് 4 10 ആണെങ്കിൽ 10 - 2 by 4 - 1 8/3 അതാണ് സ്ലോപ്പ്. ഈ ലൈനിൻ്റെ സ്ലോപ്പ് 8/3 ആണ്. 8/3 ആണ് ഇതിൻ്റെ സ്ലോപ്പ്. 2.33 സംതിങ് ഉണ്ടാവും, 2 point something ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുക. അപ്പം അതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് x = 2 എന്ന് പറഞ്ഞ അർത്ഥം. x = 2ലാണ് ഞാനിത് വരച്ച് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് അറ്റ് x = 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് അറ്റ് ദാറ്റ് പോയിന്റാണ്. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് f(x) അറ്റ് x = c എന്ന് പറഞ്ഞ അർത്ഥം സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് അറ്റ് ദ പോയിന്റ് x = c ആണ്. അത് മനസ്സിലാക്കുക. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. ഇപ്പോൾ ഈ 0 എന്നുള്ള പോയിന്റിലെ ടാൻജൻറ്റ് എന്താ, ഈ കർവിൻ്റെ f(x) = x²ൻ്റെ f(x) = x² 0 എന്ന പോയിന്റിലെ ടാൻജൻറ്റ് ഏതാ, ഈ എക്സ് ആക്സിസ് അല്ലേ? ശരിക്കും ശ്രദ്ധിക്കണേ. f(x² എന്നുള്ള ഈ കർവ്, ഈ പരാബോള, ഇതിനെ പറഞ്ഞ പേരാണ് പരാബോളൻ്റെ 0 എന്നുള്ള പോയിന്റിലുള്ള ടാൻജൻറ്റ് എന്താ നമുക്കറിയാം. എന്താണ്, രണ്ടിൻ്റെയും ടാൻജൻറ്റ് എക്സ് ആക്സിസ് തന്നെ. ആരുടെയൊക്കെ, ഇയാളുടെയും 0 എന്നുള്ള പോയിന്റിലുള്ള ടാൻജൻറ്റ് മുകളിലൂടെ ഒരൊറ്റ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ആരാണ്, എക്സ് ആക്സിസ് ആണ്. അതേപോലെ ഇയാളുടെയും രണ്ടാളുടെയും f(x) x² ആണെങ്കിലും f(x) -x² ആണെങ്കിലും 0 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാ, എക്സ് ആക്സിസാണ്. എക്സ് ആക്സിസിൻ്റെ സ്ലോപ്പ് എന്താ, ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ചെരിവ് എന്ന അർത്ഥം. ആരുമായിട്ടുള്ള ചെരിവാ, ഇതിപ്പോൾ ഇത്ര ചെരിവുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് ആക്സിസുമായിട്ടുള്ള ചെരിവാണ് ഈ പറയുന്നത്. എക്സ് ആക്സിസുമായിട്ട് ഇത്ര ചെരിവുണ്ട്, 2.3 യൂണിറ്റ് ചെരിവുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി കുത്തനെ കുറച്ചും കൂടി യൂണിറ്റ് ചെരിവുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇൻഫിനിറ്റ് ആണ് അതിൻ്റെ ചെരിവ് എന്ന് പറയും. ചെരിവ് ഇൻഫിനിറ്റ് ആണെന്ന് പറയും. നമ്മളിങ്ങനെ ഫൈവ് ആക്സിസ് എക്സ് ആക്സിസിനോടുള്ള ചെരിവ് ഇൻഫിനിറ്റ് ആണ്. 90 ഡിഗ്രി എന്ന് പറയും, ഡിഗ്രി. പക്ഷേ ചെരിവ് tan 90 tan θ എന്ന് പറയാം. ഓക്കെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഇൻഫിനിറ്റ് ആണ് ചെരിവ് എന്ന് പറയാം. അപ്പം എക്സ് ആക്സിസ് അതിനോട് തന്നെയുള്ള ചെരിവ് എന്താ, എക്സ് ആക്സിസും അതും അതേ എക്സ് ആക്സിസും തമ്മിലുള്ള ചെരിവ് എന്താ, ചെരിവില്ല, ചെരിവ് 0 ആണ്. ദാറ്റ് ഇസ് ഡെറിവേറ്റീവ് 0 ആണ്. നമുക്കറിയല്ലോ f(x) x² ഡെറിവേറ്റീവ് എന്താ, f'(x) = 2x.
അറ്റ് എക്സ് ഈക്വൽ ടു 0 0 എന്ന പോയിന്റിൽ എഫ് ഡാഷ് എക്സ് എന്താ എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 0 2x അല്ലേ 2 ഇൻറ്റു 0 0 കണ്ടോ ഞാൻ തെളിയിച്ചു എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ ആണ് എഫ് ഡാഷ് എക്സ് എന്താ 2x ആണ് എക്സ് ഈക്വൽ ടു 0 എന്ന പോയിന്റിൽ എഫ് ഡാഷ് എക്സ് എന്താ വരിക 2 ഇൻറ്റു 0 0 ആണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്താ 0 ആണ് ശരിയല്ലേ എക്സ് ആക്സിസിന് എക്സ് ആക്സിസ് തന്നെയാണ് അതിൻ്റെ ടാൻജന്റ് എക്സ് ആക്സിസിന് അതേ എക്സ് ആക്സിസുമായിട്ടുള്ള ചെരിവ് എത്ര ചെരിവില്ല രണ്ടാളും പാരലലാണ് ഒരേ ലൈനിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് പാരലലാണ് സിമിലർലി ഇയാൾക്കും അങ്ങനെ തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ -2x അപ്പം അവിടുത്തെ ചെരിവ് എന്താ വരിക അവിടുത്തെ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ 0 എന്താ വരിക -2 ഇൻറ്റു 0 0 ചെരിവ് 0 ശരിയാ വീണ്ടും ചെരിവ് 0 അല്ലേ ഇനി ഇവിടുന്ന് വേറൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം ഒരു ഫംഗ്ഷൻ ഒക്കെ കൂടി ഞാൻ നിങ്ങൾ നന്നായിട്ട് സിലബസ് മൊത്തം പഠിച്ചവർക്ക് ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ ഞാൻ പല പല സ്ഥലത്തു നിന്ന് ഇങ്ങനെ എടുത്ത് പറയുക ചെയ്യുന്നത് അതിൽ കണക്ട് ചെയ്ത് ഇങ്ങനെ പോവുക ചെയ്യുന്നത് പക്ഷെ അത് മനസ്സിലാവണമെങ്കിൽ എല്ലാ ഭാഗവും പഠിച്ചവർക്കാവണം ഡിഫറൻസിയേഷൻ പഠിക്കണം ടാൻജൻറ്റ് വരയ്ക്കണം അതേമാതിരി തന്നെ ഗ്രാഫുകൾ പഠിച്ചാവണം എല്ലാം ഏകദേശം പഠിച്ച ആൾക്കാർക്ക് ഉള്ളതാണ് ഈ പറയുന്നത് എന്നാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാം ഈ വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ അഥവാ നിങ്ങൾ ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ അതൊക്കെ പഠിച്ച് വന്നിട്ട് വീഡിയോ വീണ്ടും പെട്ടെന്ന് കാണാം ഇനി എക്സാമിന് കുറച്ച് ദിവസമേ ഉള്ളൂ അപ്പം നമുക്കൊരു ഗ്രാഫ് ഇങ്ങനെ ഇട്ടിയായിരിക്കാം ഇവിടെയൊക്കെ നമുക്ക് ഇതിൻ്റെ ടാൻജൻറ്റ് ഇവിടെ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരിക ഇങ്ങനെ വരിക അതേപോലെ ഇവിടെയും ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരിക ഇവിടെ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരിക ഇവിടെ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരിക ഇവിടെയും ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരിക എന്താ ഇതിൻ്റെ പ്രത്യേകത ഇത് നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും ഇതിനെ പറയുന്ന വരാൻ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം അതുപോലെ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മാക്സിമങ്ങളുടെയും മാക്സിമത്തിന് എല്ലാ ലോക്കൽ മാക്സിമങ്ങളുടെയും മാക്സിമത്തിന് പറഞ്ഞ പേരാണ് അബ്സല്യൂട്ട് മാക്സിമം ഇതാണ് അബ്സല്യൂട്ട് മാക്സിമം ഏറ്റവും വലിയ മാക്സിമം അബ്സല്യൂട്ട് മാക്സിമം ആണിത് അതുപോലെ അബ്സല്യൂട്ട് മിനിമം എന്ന് പറഞ്ഞാൽ 1 2 3 മിനിമങ്ങളുണ്ട് അതിൽ ഏറ്റവും ചെറിയ മിനിമത്തിനാണ് അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുക മിനിമങ്ങൾ ഓരോന്നിനും 1 2 3 മിനിമം ഉണ്ട് ഈ മൂന്നെണ്ണത്തിന് നമ്മൾ പറയുന്ന പേര് ലോക്കൽ മിനിമം എന്നാണ് ലോക്കൽ മിനിമങ്ങളാണ് 1 2 3 ലോക്കൽ മാക്സിമം ആണ് 1 2 3 അതും ഈ മൂന്നെണ്ണം ലോക്കൽ മാക്സിമങ്ങളാണ് അപ്പം ലോക്കൽ മാക്സിമത്തിലും ലോക്കൽ മിനിമത്തിലും എന്ത് വരും ലോക്കൽ മിനിമത്തിലും ലോക്കൽ മാക്സിമത്തിലും എന്ത് വരും ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 വരും എഫ് ഡാഷ് എക്സ് 0 വരും അതുകൊണ്ടാണ് ഈ ഫംഗ്ഷൻ്റെ മാക്സിമാണ് ശരിക്കും എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അല്ലേ ഇതിങ്ങനെ ഉയർന്ന് മാക്സിമത്തിൽ എത്തിയിട്ടാണ് പിന്നെ താഴുന്നത് മാക്സിമത്തിൽ ഡെറിവേറ്റീവ് 0 ആണ് അതേപോലെ ഈ ഫംഗ്ഷൻ്റെ ആണെങ്കിൽ ഈ ഗ്രാഫിൻ്റെ ആണെങ്കിൽ മിനിമമാണിത് ഉയർച്ചയെന്ന് താഴ്ന്ന് വന്ന് പിന്നെ ഉയർച്ചയിലേക്ക് പോവുക ചെയ്യുന്നത് എന്തായാലും ഇതാണ് മിനിമത്തിലും മാക്സിമത്തിലും അപ്പോൾ അവിടെ പറയും പേരാണ് മിനിമം എക്സ്ട്രീം പോയിന്റിൽ അറ്റ് എക്സ്ട്രീം പോയിന്റ് എന്ന് പറഞ്ഞാൽ മിനിമവും മാക്സിമവും ആണ് എക്സ്ട്രീം പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും ഡെറിവേറ്റീവ് എപ്പോഴും 0 ആയിരിക്കും മിനിമത്തിലും മാക്സിമത്തിലും ഡെറിവേറ്റീവ് എപ്പോഴും 0 അതുകൊണ്ടാണ് നിങ്ങളോട് മാക്സിമം മിനിമം കാണാനൊക്കെ പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഒരു ചോദ്യം x³ -9x² + 15x -3 z ഈക്വൽ ടു എന്നിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു വയ്ക്കുമ്പോൾ ഞാൻ ആ മോഡൽ എക്സാം ഇട്ടതിലൊക്കെ ഉണ്ട് അത് ഞാൻ മറ്റേ മെയിൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ പണ്ടത്തെ ചോദിച്ച മെയിൻ ക്വസ്റ്റ്യൻ പേപ്പറത്തെ ചോദ്യം തന്നെയാണ് അവിടെ ഇട്ടത് അതേ ചോദ്യം ആ ന്യൂമറിക്കൽ വാല്യൂസിനൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടാവും ഇഷ്ടംപോലെ വേറെ ചോദ്യങ്ങളൊക്കെ ഇടാം എന്തായാലും ഈ ടൈപ്പുള്ള ചോദ്യം ഇട്ടത് z ഈക്വൽ ടു ദിസ് ഇതിൻ്റെ മാക്സിമം മിനിമം കാണാൻ അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് z അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് വിചാരിക്കുക ഇതിനെ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ദിസ് അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്താ വരിക എഫ് ഡാഷ് എക്സ് വരെ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക x³ ഡെറിവേറ്റീവ് എന്താ 3x² മൈനസ് 9 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x പ്ലസ് 15 ഇൻറ്റു എക്സ് 15 അപ്പോൾ 3x² മൈനസ് 18x പ്ലസ് 15 എന്ന് വരും അപ്പോൾ നമുക്ക് മാക്സിമം മിനിമം കാണാൻ എന്ത് വേണം മാക്സിമം മിനിമം ഒക്കെ കാണാൻ നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ട് ഒന്നും കൂടി ചിത്രം പിന്നെ വരയ്ക്കുക നോക്കട്ടെ മാക്സിമം മിനിമം കാണുവാൻ അപ്പോൾ നമുക്കറിയാം എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എടുക്കുക എന്തിനു വേണ്ടി അറിയോ മാക്സിമം പോയിന്റ് കാണണമെങ്കിലും മിനിമം പോയിന്റ് കാണണമെങ്കിലും ഇത് 0 ആവുന്ന സ്ഥലത്താണ് മാക്സിമം മിനിമം ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ എഫ് ഡാഷ് എക്സ് 0 ആക്കുക അപ്പോൾ എന്താ കിട്ടുക ഇംപ്ലൈസ് ഈ സാധനം 0 എന്ന് കിട്ടും 3x² മൈനസ് 18x പ്ലസ് 15 സമം 0 ത്രൂ ഔട്ട് നമുക്ക് 3 കൊണ്ട് ഹരിക്കുക 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും x² മൈനസ് 6x
പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0/3. 0/3 ആണ് 0. എന്തിനാണ് ഞാൻ 3 കൊണ്ട് അരിച്ചതൊന്ന് ചെറുതാക്കാൻ വേണ്ടി? എല്ലാത്തിലും 3ന്റെ മൾട്ടിപ്പിൾ. അത് 3 ആണ്. 18 കാരണം 6 3 ആണ്. 15 കാരണം 5 3 ആണ്. അങ്ങനെ കിട്ടി. ഇതിന് ആൻസർ എന്തൊക്കെ? ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം. അതെന്താ? അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഇനി ഇവിടെ സമയം പോക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അറിയാത്തവരൊക്കെ ചോദിക്കുക, എന്നിട്ട് നമുക്ക് പിന്നെ ഡൗട്ട്. ഇത് അത്ര ഈസി ആയി. ഇങ്ങനെയാണ് ശരിക്കും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോം. ഇതാണ് x² മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 0 എന്നാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. ഇവിടെ മൈനസ് ആണെന്ന് ശ്രദ്ധിക്കണേ, ഞാൻ തെറ്റി എഴുതിയതല്ല, മൈനസ് ആണ്. ഇവിടെ പ്ലസ് ആണെന്നും നിർബന്ധം. അപ്പോൾ ഇത് അതേ ഫോമിലാണുള്ളത്. അപ്പോൾ റൂട്ടുകളുടെ സമ്മിൻ്റെ എന്താ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് റൂട്ടുകളുടെ സമ്മ് വരിക. അപ്പോൾ ഇവിടെ സമ്മ് എത്ര? സമ്മ് 6 ആണ്. -6 അല്ല, 6 ആണ്. സമ്മ് 6 വരണം. കൂട്ടിയാൽ 6 കിട്ടണം. ഗുണിച്ചാൽ പ്രൊഡക്റ്റ് ഈ 5ഉം കിട്ടണം അല്ലേ? പ്ലസ് പ്രൊഡക്റ്റ് എന്നാ പ്ലസ് 5. അപ്പോൾ കൂട്ടിയാൽ 6ഉം ഗുണിച്ചാൽ 5ഉം കിട്ടുന്ന രണ്ട് സംഖ്യകൾ ആരൊക്കെ? അപ്പോൾ x = 1ഉം x = 5ഉം. 1 × 5 5. 1 + 5 6 അല്ലേ? അപ്പോൾ നമുക്ക് ഇതിന് എന്ത് എഴുതാം? x - 1 × x - 5 = 0 എന്ന് എഴുതാം. ഓർ x = 1 x = 5. ഇതാണ് ആൻസർ. ഇനി ഇതേ രീതിയിൽ ആലോചിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കുക. കുറച്ച് മാത്സ് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, മാത്സ് വളരെ ടഫായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക. ഏതാ? -b ± √b² - 4ac/2a. ഇതാണ് എന്ത് കാണാൻ? x കാണാനുള്ള ഇക്വേഷൻ. ഏത്? ax² + bx + c = 0 തരികയാണെങ്കിൽ, ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തരികയാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുക. ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ എത്ര? a1 ആണ്. a1 ആണ് അല്ലേ? ax² എന്ന് പറഞ്ഞാൽ അവിടെ എത്ര? വെറും 1x². വെറും x². വെറും x² എന്ന് പറഞ്ഞാൽ a1 ആണ്, 0 അല്ല, a1 ആണ്. b എത്ര? b മനസ്സിലാക്കുക, -6 ആണ്. b -6 ആണ്. വെറും 6 അല്ല, +6 അല്ല, -6 ആണ്. c എത്ര? 5 ആണ്. c 5 ആണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x = -b -6 ± √b² -6ന്റെ സ്ക്വയർ -4 × a × c. a1 ആണ്. c എന്ന് പറഞ്ഞാൽ 5 ആണ്. ഹോൾ ഡിവൈഡ് ബൈ 2 × a. 2 × a എന്ന് പറഞ്ഞാൽ 1 ആണ്. which is equal to -of -6 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 ± √36 - 4 × 20 ബൈ 2 which is equal to 6 ± √16/2 which is equal to 6 ± 4 √16 പറഞ്ഞാൽ 4/2. 6 + 4 എന്ന് പറഞ്ഞാൽ 10/2ഉം 6 - 4/2 എന്ന് പറഞ്ഞാൽ 6 - 4 എന്ന് പറഞ്ഞാൽ 2. 2/2 പറഞ്ഞാൽ 1. 2/2. ദാറ്റ് ഈസ് 10/2 പറഞ്ഞാൽ 5ഉം 2/2 പറഞ്ഞാൽ 1ഉം. കേട്ടോ? 5ഉം 1ഉം കിട്ടി. 5ഉം 1ഉം കിട്ടി. അപ്പോൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതിനൊക്കെ ഇതന്നെ ചെയ്യും വേണ്ടി വരും. ഇതന്നെ ചെയ്യണം. ചിലപ്പോൾ പോയിൻ്റൊക്കെ ചിലപ്പോൾ വരുന്നതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 0.5ഉം 1.5 ഒക്കെ ആൻസർ കിട്ടുന്ന ചില ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ മനസ്സ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നല്ല അറിയുന്ന ആൾക്കാർ മാത്രം ഇങ്ങനെ ചെയ്യുക. നല്ല മാത്സ് അറിയുന്നവർ ഇങ്ങനെ ചെയ്യുക. അല്ലാത്തവർ ഇങ്ങനെ തന്നെ ഈ ഇത് ഉപയോഗിച്ച് ചെയ്യുക. എന്തായാലും 5ഉം 1ഉം കിട്ടും ആൻസർ. അപ്പം നമ്മളെ അർത്ഥം എന്താ? x = 1 x = 5 എന്നീ പോയിന്റുകളിൽ ഈ ഫംഗ്ഷൻ ഒന്നുകിൽ മാക്സിമം വരുന്നുണ്ട് അല്ലെങ്കിൽ മിനിമം വരുന്നുണ്ട്. ഒന്നുകിൽ മാക്സിമം വരുന്നുണ്ട്, മിനിമം വരുന്നുണ്ട്. അത്രേ നമുക്ക് ഇവിടെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ f' 0 വരുന്ന പോയിന്റിലാണ് മാക്സിമവും മിനിമവും വരിക. f' 0 ആവുന്ന പോയിന്റിലാണ് മാക്സിമവും മിനിമവും വരിക. അത് എവിടെ നിന്ന് കിട്ടി? എനിക്ക് ഞാൻ നേരത്തെ ഇങ്ങനെ ഗ്രാഫ് വരച്ചപ്പോൾ കണ്ടോ, മാക്സിമത്തിലും മിനിമത്തിലും f' 0 ആണെന്ന് കിട്ടി. ടാൻജന്റ് x ആക്സിസിന് പാരലലായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? ടാൻജന്റ് ആണ് ഇത്. ഈ ടാൻജന്റ് ആർക്ക് പാരലലായിട്ടാണ് നിൽക്കുന്നത്? x ആക്സിസിന് പാരലലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെയും പാരലലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഞാൻ പാരലലായിട്ടാണ് നിൽക്കുന്നത്. x ആക്സിസിന് പാരലലായിട്ട് സമാന്തരമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. സ്ലോപ്പ് 0 ആണ്. ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് 0 എടുത്താലാണ് മാക്സിമം മിനിമം കിട്ടുക. അപ്പോൾ 1ഉം 5ഉം. ഇനി നിങ്ങൾ മാക്സിമം ആണോ മിനിമം ആണോ എന്ന് നോക്കാൻ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക. f'(x) കാണുക. f'(x) എന്താ? f' 3x² - 18x + 5 ആണ്, 15 ആണ്. f'(x) എന്താ വരിക? 3x² ഡെറിവേറ്റീവ്. ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 3x² ഡെറിവേറ്റീവ് 6x - 18. 6x - 18. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് വരിക. 6x - 18.
അങ്ങനെയാണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 കാണുക ആദ്യം. എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 കണ്ടാൽ എന്താ കിട്ടുക? ഇവിടെ 1 ആദ്യം കൊടുക്കുക. അപ്പോൾ 6 × 1 - 18. 6 - 18 എന്ന് പറഞ്ഞാൽ -12 നെഗറ്റീവാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആവുമ്പോൾ therefore x = 1 ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം. ലോക്കൽ മാക്സിമം പോയിന്റ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആവുമ്പോഴാണ് മാക്സിമം. അത് ശരിക്കും ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവണം, സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആവുമ്പോൾ മാക്സിമം, പോസിറ്റീവ് ആവുമ്പോൾ മിനിമം. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് അടുത്ത 5 കൊടുത്തു നോക്കുക. 5 കൊടുത്താൽ എന്താ വരിക? 6 × 5 - 18 അല്ലേ? 6 × 5 - 18 30 - 18 12 എന്ന് വരും, വിച്ച് ഇസ് പോസിറ്റീവ്. therefore x = 5 ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. x = 5 ലോക്കൽ മിനിമം ആണ്, മിനിമം. മറ്റേത് മാക്സിമം ആണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്കുള്ളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ലോക്കൽ മാക്സിമം പോയിന്റ് ആൻഡ് ലോക്കൽ മിനിമം പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്ന ഇക്വേഷനിൽ 5 1 കൊടുത്തു നോക്കുക. എഫ് ഓഫ് 1 എത്ര? എഫ് ഓഫ് 1 എത്ര? എഫ് ഓഫ് 1 വരെ ഇവിടെ 1 കൊടുത്താൽ 1 - 9 -8 + 15 -8 + 15 7 7 - 3 4 എന്നാ വരിക. എഫ് ഓഫ് 1 4 ആണ്. എഫ് ഓഫ് 5 നോക്കുക. എഫ് ഓഫ് 5 കൊടുത്താൽ 125 5 ക്യൂബ് 125 - 9 × 25 225 + 15 × 5 75 - 3. അപ്പോൾ വരിക 125 75 200 ന്ന് 225 പോയാൽ -25 - 3 -28 എന്നാ വരിക. -28. അപ്പോൾ ആരാ മാക്സിമം? ഇതാണ് മാക്സിമം. 4 ആണ് മാക്സിമം, ശരിയല്ലേ? 1 x = 1 ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം. ഇതാ 4 മാക്സിമം വില കിട്ടുന്നത് 4ലാണ്. എഫ് ഓഫ് 5 -28 കിട്ടിയ ലോക്കൽ മിനിമം ആണ്. -28. നിങ്ങളെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പോയിട്ട് -28 നിങ്ങളെ കർവിൻ്റെ എന്തുണ്ടാവുക? അടിഭാഗം ഉണ്ടാവുക. -28 ഏറ്റവും താഴെ. ഇനി മാക്സിമം വരുന്നതോ 4ആണ് മാക്സിമം വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഗ്രാഫ് വരയ്ക്കാതെ തന്നെ നമുക്ക് ഫംഗ്ഷൻ മാക്സിമം എത്ര വില വരും, മിനിമം എത്ര വില വരും എന്നൊക്കെ